തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മകൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ അമ്മയെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് പരാതി വരുന്നത്. ഇടുക്കി തൊടുപുഴയിലാണ് പരാതി. തൊടുപുഴ കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പർ നിസ ഷിയാസിനെയാണ് CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ടത്. നിസയെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ പാർട്ടി വിടുമെന്ന് പ്രാദേശിക പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് നടപടിയെടുത്തത് എന്നാണ് ഉയരുന്ന ആരോപണം. 6 വർഷമായി കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരിയാണ് നിസ ഷിയാസ്. തൊടുപുഴ നഗരസഭയിലെ 21ാം വാർഡിൽ മത്സരിച്ച കോൺഗ്രസിന്റെ വിഷ്ണു കോട്ടപ്പുറത്തിനായി നിസയുടെ മകൻ പ്രവർത്തനത്തിനിറങ്ങി. ഇതാണ് പിരിച്ചുവിടാൻ കാരണമെന്നാണ് നിസയുടെ ആരോപണം. ഈ ഇലക്ഷൻ പ്രമാണിച്ച് എൻ്റെ 15 വയസ്സ് ഉള്ള മകൻ എതിർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയതുകൊണ്ട് അതിന് ചൊല്ലി ഒരു തവണ എന്നോട് അവർ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവനെ വന്ന് നിയന്ത്രിക്കുകയും ചെയ്തായിരുന്നു. അതേ ചൊല്ലിയാണ് ഇപ്പം ഈ മാസം 28-ാം തീയതി പറഞ്ഞത് 31-ാം തീയതി വരെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടതോടെ നിസ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏരിയ സെക്രട്ടറിനെ പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും 1-ാം തീയതി തൊട്ട് ചെന്നോളാൻ പറഞ്ഞ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു നാളെ തൊട്ട് ജോലിക്ക് കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പ്രകാരം കയറിയപ്പോൾ ഇന്നാണ് പറയണത് 1-ാം തീയതി ഇനി ഇന്നോട്ട് വരണ്ടെന്നാണ് പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച നിസയുടെ ഉപജീവന മാർഗമായിരുന്നു ബാങ്കിലെ ജോലി. എന്നാൽ ജോലി തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരാളെ നിയമിക്കാൻ തീരുമാനിച്ചതിനാലാണ് നിസയെ പിരിച്ചുവിട്ടതെന്നാണ് ബാങ്ക് ഭരണസമിതിയുടെ വിശദീകരണം. മീഡിയ 1 ഇടുക്കി.